ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയും: സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, കെരൂബുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ദൈവം എല്ലാവരുടെയും ദൈവമാണ്. അവിടുന്ന് മാത്രമാണ് ദൈവം, അവിടുന്ന് ഏകനാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയും, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, കെരൂബുകളിന്മേൽ സിംഹാസനായിരിക്കുന്നവനെ, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ ജനതകളുടെയും ദൈവം സത്യദൈവമായ ബൈബിളിലെ ദൈവമാണ് എന്ന് നമുക്ക് വചനം കൃത്യമായിട്ട് പറഞ്ഞു തരികയും, ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ മൂലം, ഒരുപക്ഷെ തെറ്റായ അറിവുകൾ മൂലം, ഒരുപക്ഷെ തെറ്റായ സാഹചര്യം മൂലം, മറ്റു നിരവധി മിഥ്യകളിലും യഥാർത്ഥമായ ദൈവസങ്കല്പങ്ങളിലും ദൈവത്തെ വിശ്വസിച്ച് സ്വയം സമർപ്പിച്ച ഒരുപാട് വ്യക്തികളും ഒരുപാട് ജനതകളും ഒരുപാട് രാജ്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ലോകത്തിലുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം, നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം. ദൈവമാണ്, അതും ബൈബിളിലെ സത്യദൈവമാണ്, യഥാർത്ഥ ദൈവം. അവിടുന്ന് മാത്രമാണ് ദൈവം, അവിടുന്ന് ഏക ദൈവമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് ദൈവവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ള സഹോദരരെ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ദൈവസങ്കല്പങ്ങളിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ അതൊന്നും ദൈവങ്ങളാകുന്നില്ല. അവരൊന്നും ദൈവങ്ങളാകുന്നില്ല, അവയൊന്നും ദൈവങ്ങളാകുന്നില്ല. ആരെങ്കിലുമൊക്കെ താൻ ദൈവമാണെന്നോ താൻ ദൈവികനാണെന്നോ ദൈവികമായ സിദ്ധിവൈഭവങ്ങൾ ഉള്ളവരാണ് എന്നോ അവകാശപ്പെട്ടതിൻ്റെ പേരിൽ അവരാരും ദൈവമാകുന്നില്ല, അവരാരും ആരാധനയ്ക്ക് അർഹരാകുന്നുമില്ല. ആരാധിക്കപ്പെടുവാനും ദൈവമായി പരിഗണിക്കപ്പെടുവാനും യോഗ്യതയുള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവമായ ബൈബിളിലെ ദൈവമാണ് എന്ന് സ്നേഹമുള്ള സഹോദരരെ ദൈവവചനം നമുക്ക് പറഞ്ഞു തരികയും, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായം 27 വാക്യത്തിൽ നാം വായിക്കുകയും: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവ്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവരുടെ മാത്രം ദൈവമൊന്നുമല്ല, എന്നെ ദൈവമായി ആരാധിക്കുന്നവരുടെ മാത്രം ദൈവമൊന്നുമല്ല. ഞാൻ സകല മർത്യരുടെയും കർത്താവ്. ഞാനാ എല്ലാവരെയും സൃഷ്ടിച്ചത്. ഞാൻ സർവശക്തന. എന്നെ മനസ്സിലാക്കിയാലും എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനാ ദൈവം. ദൈവമല്ലാത്തതായ കാര്യങ്ങളൊക്കെ ദൈവവൽക്കരണം അവകാശപ്പെട്ടാലും, ദൈവമാണ് എന്ന് അവകാശപ്പെട്ടാലും അവയൊന്നും ദൈവം ആകുന്നില്ല. സ്നേഹമുള്ള സഹോദരരെ, അതുകൊണ്ടാണ് ഈശോ പിറവിയെടുത്തപ്പോൾ, ഈശോയുടെ പിറവിയുടെ സമയത്ത് മാലാഖമാർ ലോകം മുഴുവനോടുമായി ഉദ്ഘോഷിച്ച ഒരു വലിയ സത്യമുണ്ട്. ഈശോയുടെ പിറവിയുടെ സമയത്ത് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ഇതായിരുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള, സത്യദൈവത്തെക്കുറിച്ചുള്ള, ഏകദൈവത്തെക്കുറിച്ചുള്ള, ബൈബിളിലെ ദൈവത്തെക്കുറിച്ചുള്ള ഈ സദ്വാർത്ത ഈശോയെ കണ്ട, ഈശോയെ അറിഞ്ഞ, ഈശോയെ അനുഭവിച്ച, ഈശോയിൽ വിശ്വസിച്ച കേവലം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല, ഒരു സദ്വാർത്തയല്ല. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത.
ആകാശവും ഭൂമിയും അതിലെ സകലതും സൃഷ്ടിച്ചവനായ സത്യദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ, കാലത്തിൻ്റെ തികവിൽ, കാലത്തിൻ്റെ നിറവിൽ മനുഷ്യനായി, മനുഷ്യരക്ഷകനായി, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യാവതാരം ചെയ്തു എന്ന ആ സത്യം, അത് കേവലം ക്രിസ്ത്യാനികൾക്കുള്ള ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയല്ല, എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തി. ഇത് മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവദത്തമായ ഒരു നിയോഗമായിരുന്നു മാലാഖമാർ നിർവഹിച്ചത്. ദൈവദത്തമായ ഒരു നിയോഗം. ആദ്യമായി ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പിറവി, മനുഷ്യരക്ഷകൻ്റെ പിറവി, മനുഷ്യാവതാരം ചെയ്ത ദൈവം തന്നെയായ ഈശോ മിശിഹായുടെ പിറവി ആട്ടിടയന്മാരെ അറിയിക്കുവാനുള്ള മാലാഖമാരുടെ ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു നിയോഗമായിരുന്നു. മറിയത്തെ മാലാഖ അറിയിച്ചതുപോലെ, മറിയത്തെ മാലാഖ മംഗളവാർത്ത അറിയിച്ചതുപോലെ, ഇതാ ദൈവം മനുഷ്യനായി നിന്റെ ഉദരത്തിൽ പിറക്കുവാൻ പോകുന്നു, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിച്ച് നിന്നിൽ അത്ഭുതം പ്രവർത്തിച്ച് നിന്നിൽ നിന്ന് പിറക്കാനിരിക്കുന്നവൻ ശക്തന, ദാവീദിൻ്റെ സിംഹാസനസ്ഥന, ദൈവം തന്നെയാ മനുഷ്യാവതാരം ചെയ്ത് ദൈവമാണ് എന്നുള്ള അരുളപ്പാട് പോലെ ഇതാ മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിക്കുകയും ഈ അറിയിപ്പിൻ്റെ ഉത്തരവാദിത്വം, ദൈവദത്തമായ ഈ നിയോഗം സ്നേഹമുള്ള സഹോദരരെ മാലാഖ ആട്ടിടയന്മാരെ അറിയിച്ചുവെങ്കിൽ സമാനമായ ഒരു നിയോഗം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും സമാനമായ ഒരു നിയോഗം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ള സഹോദരരെ, ഇത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതും നൈരന്തര്യതയും സാർവത്രികതയും ഉള്ളതുമായ ഒരു കൽപ്പനയാണ് എന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയണം. നാം മനസ്സിലാക്കേണ്ട ഒരാത്മീയ സത്യമായി ഇത്. ഈശോ അവരെ സമീപിച്ചറിയിച്ച് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ വ്യക്തമായിട്ട് പറയുകയും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ഈ യാഥാർത്ഥ്യങ്ങളിൽ ഒരൊറ്റ അധികാരമേ ഉള്ളൂ. അത് ഈശോയുടെ അധികാരമാണ്. ഈശോ മാത്രമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം സത്യദൈവമാണ്. ആ ദൈവം മനുഷ്യനായി ഒരിക്കൽ മാത്രമേ അവതരിച്ചിട്ടുള്ളൂ. അത് ഈശോ മിശിഹായ. ആ ദൈവം മനുഷ്യനിലേക്ക് തൻ്റെ കൃപകൾ ചൊരിയുന്ന പരിശുദ്ധാത്മാവ്. ഇതൊരു രഹസ്യമാണ്. ഒരു ദൈവത്തിൽ 3 ആളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് വികസിപ്പിക്കുവാനോ വിശദീകരിക്കാനോ സാധിക്കാത്ത ഒരാത്മീയ സത്യം, പരിശുദ്ധ ത്രിത്വം എന്ന സത്യം. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് 3 രീതികൾ, ഒരു ദൈവത്തിൽ 3 ആളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ അനുഭവിക്കുന്ന ഈ രീതികളൊക്കെ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ആരെല്ലാം ഏതൊക്കെ ദൈവമാണ് എന്ന് പറഞ്ഞാലും അതൊന്നും ദൈവമല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായതോ ഇതിനേക്കാൾ ശ്രേഷ്ഠമെന്ന മനുഷ്യൻ്റെ മനസ്സിന് തോന്നിയേക്കാവുന്നതുമായ ആശയങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസ സംഹിതകളും മതപ്രബോധനങ്ങളും സാരാംശങ്ങളും സാരോപദേശങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥ ദൈവമെന്ന് പറയുന്നത്, യഥാർത്ഥ ദൈവാനുഭവം എന്ന് പറയുന്നത്, ദൈവത്തെ കണ്ടെത്തുവാനുള്ള യഥാർത്ഥ ദൈവ അന്വേഷണം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, സഭയുടെ കൂദാശകളിൽ ഇന്നും സംലഭ്യമായിരിക്കുന്ന ദൈവാനുഭവമാണ് ഈ സത്യദൈവത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. സ്നേഹമുള്ള സഹോദരൻ, അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ഈശോ അത് കൃത്യമായിട്ട് തന്നെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ഇന്നത്തെ തുടർച്ചയാ പരിശുദ്ധ കത്തോലിക്ക സഭയെന്ന് സഭയിലെ കൂദാശകളിലും സഭയിലെ ആത്മീയ ശുശ്രൂഷകളിലും വ്യാപരിക്കുന്നത് ഇതേ ദൈവത്തിൻ്റെ ഇതേ അധികാരവും ഇതേ ശക്തിയുമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സഭയുടെ കൂദാശകളിലൂടെയും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂദാശകളിലൂടെയും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആത്മീയ ശുശ്രൂഷകളിലൂടെയും സഭയിലെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളിലൂടെയും മാത്രമാണ് ഈ ഈശോയുടെ അധികാരം ഇന്ന് ഈ ലോകത്തിൽ പ്രകടമാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇതിൽ നിന്ന് ഒരുപക്ഷെ ശ്രേഷ്ഠമെന്ന് തോന്നിയേക്കാവുന്നതായ, ഇതിനേക്കാൾ മഹത്വമെന്ന് തോന്നിയേക്കാവുന്നതായ പല ക്രൈസ്തവ ആത്മീയ ശുശ്രൂഷകളും ഒരുപക്ഷെ നാം കണ്ടേക്കാം. വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ അടയാളങ്ങൾ, വലിയ വലിയ പ്രതിഭാസങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്ന, പ്രകടമാക്കുന്ന വലിയ വലിയ ആത്മീയ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ പലരിലും കണ്ടേക്കാം. പക്ഷേ സഭയാകുന്ന ഈശോയുടെ മൗലിക ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ശാഖകളിലൂടെ, സ്വയം പൊട്ടിമുളയ്ക്കുന്ന അത്തരത്തിലുള്ള കൂണുകളിലൂടെ, അത്തരത്തിലുള്ള ഇടങ്ങളിലൂടെ എന്തെല്ലാം വലിയ കാര്യങ്ങൾ കണ്ടാലും സ്നേഹമുള്ളവരെ മനസ്സിലാക്കണം, അത് ഈശോയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതാണ് എങ്കിൽ, ഈശോയുടെ മൗലിക ശരീരമായ സഭയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതാണ് എങ്കിൽ അതിലൊന്നും അവരിലൊന്നും അവയിലൊന്നും പ്രവർത്തിക്കുന്നത് ഈശോയല്ല, ഈശോയുടെ പരിശുദ്ധാത്മാവല്ല, അതുകൊണ്ട് തന്നെ സത്യദൈവമല്ല. പ്രത്യുത ദൈവത്തിൽ നിന്ന് മനുഷ്യ മക്കളെ വേർപെടുത്തി കൊണ്ടുപോകുവാനുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രതിഭാസങ്ങൾ മാത്രമാ, ചില പ്രവർത്തന രീതികൾ മാത്രമാ, പിശാചിൻ്റെ ചില പ്രവർത്തന ശൈലികൾ മാത്രമാ, കള്ളനും നുണയനും നുണയുടെ പിതാവുമായ പിശാചിൻ്റെ ചില പ്രവർത്തന ശൈലികളാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കുവാൻ സ്നേഹമുള്ളവരെ നമുക്ക് സാധിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് അപ്പസ്തോലൻ വലിയ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കടന്നുപോയ ഒരു കാലം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലനിലൂടെ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നപ്പോൾ പിശാചബാധിതയായ ഒരു പെൺകുട്ടി പൗലോസിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇവനെ നിങ്ങൾ വിശ്വസിക്കൂ, ഇവൻ സത്യദൈവത്തിൻ്റെ ആളാണ് എന്ന്. സ്നേഹമുള്ള സഹോദരരെ, ഇത് പറഞ്ഞപ്പോൾ പൗലോസിന് അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. പൗലോസിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണ് എന്ന് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചപ്പോൾ പൗലോസിന് അസ്വസ്ഥതയുണ്ടായി. കാരണം പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നത്. സ്നേഹമുള്ള സഹോദരരെ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നും അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളൊക്കെ നടക്കുന്നുണ്ട് എന്നും അശുദ്ധാത്മാവ് ബാധിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുവെന്ന മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആത്മീയ ശുശ്രൂഷകരൊക്കെ വിളിച്ചു പറയുമ്പോൾ നാം വിസ്മയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ചരിത്രത്തിൽ അത് ഇതിനോടകം സംഭവിച്ചത്. പക്ഷെ സ്നേഹമുള്ള സഹോദരരെ മനസ്സിലാക്കണം, അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പിശാചിൻ്റെ പ്രവണതയെ. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ ചൂണ്ടിക്കൊണ്ട് അത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ് എന്ന് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തി ശരിയാണല്ലോ പറയുന്നത്, ആ വ്യക്തി സത്യമാണല്ലോ പറയുന്നത്, എന്നാൽ ആ വ്യക്തി വേറെ എന്തെല്ലാമാണ് പറയുന്നത് എന്നുകൂടി കേൾക്കാനുള്ള ഒരാഗ്രഹം യഥാർത്ഥ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ പിൻചൊല്ലുന്ന വ്യക്തികൾക്ക് തോന്നുകയും ആ വ്യക്തികൾ പിന്നീട് പല നുണകൾ പറഞ്ഞ് സത്യവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ ഇടവന്നേക്കാം. സ്നേഹമുള്ളവരെ, ഇവിടെ നാം ജാഗരൂകത പുലർത്തണം. ഇവിടെ നാം വ്യക്തമായിട്ടും ജാഗരൂകത പുലർത്തണം. കാരണം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഈശോയുടേതാ. ആ ഈശോ തൻ്റെ മൗലിക ശരീരമായ സഭയിലാണ് ആ ശക്തി സന്നിവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫെസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയും.
ഇന്ന് ഈശോയുടെ പ്രവർത്തനങ്ങൾ, ഇന്ന് ഈശോയുടെ ശുശ്രൂഷകൾ, ഇന്ന് ഈശോയുടെ സാന്നിധ്യം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നത് സഭയിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. സഭ അവൻ്റെ ശരീരമാണ്. സഭ എന്ന് പറയുന്നത് സ്നേഹമുള്ള സഹോദരരെ, ആരാ ഈ സഭയെന്ന് പറയുന്നത്? ഈശോ മിശിഹ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പത്രോസിനോട് പറയുന്നുണ്ട്. പത്രോസിനോട് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുകയും എന്താ പറയുന്നത്? ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്നേഹമുള്ള സഹോദരരെ, പത്രോസ് എന്ന് പറയുന്ന ഈ അപ്പസ്തോല പ്രമുഖന ഈ അധികാരം നൽകുന്നത് എന്ന് പറഞ്ഞാൽ, ഈശോ നീ സത്യമായും ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞ വിശ്വാസ സത്യം പ്രഘോഷിച്ച അപ്പസ്തോല പ്രമുഖൻ, ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച അപ്പസ്തോല പ്രമുഖൻ, ഈ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നടത്തിയ അപ്പസ്തോലൻ, ഈ പത്രോസിനോട് ഈശോ ഇത് പറയുകയും ഇതേ വാഗ്ദാനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നവനായ ഈശോ ഈ അധികാരം ഇന്ന് ഈ ഭൂമിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ അപ്പസ്തോലിക സഭയുടെ ശുശ്രൂഷകളിലൂടെ, അപ്പസ്തോലിക സഭയുടെ കൂദാശകളിലൂടെ, അപ്പസ്തോലിക സഭയുടെ പ്രാർത്ഥനകളിലൂടെ, അപ്പസ്തോലിക സഭയുടെ ശുശ്രൂഷകളിലൂടെ. സ്നേഹമുള്ള സഹോദരരെ, ഈ ശുശ്രൂഷകളിൽ, ഈ പ്രാർത്ഥനകളിൽ, ഈ കൂദാശകളിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ശക്തിയും ഈശോയുടെ അധികാരവും പ്രവർത്തിക്കുകയാണ്. ഈ ഒരു വലിയ അവബോധം നമുക്കുണ്ട് എങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ ഈശോയുടെ ശക്തിയോട് ചേർന്ന് നിന്ന്, ഈശോയുടെ ഈ കൗദാശികമായ തിരുസഭയിൽ വ്യാപരിക്കുന്ന കൗദാശികമായ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകം മുഴുവനോടും ഈ സത്യം ഉദ്ഘോഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് അവകാശമുണ്ട്, നമുക്ക് അധികാരമുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാ ഈശോ പറയുന്നത്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഈശോയുടെ മൗതിക ശരീരമായ സഭയോട് കൗദാശികമായി ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന, അല്ലേ, നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്. ഈശോയുടെ മൗതിക ശരീരമായ സഭയോട് നമ്മെ ഒരുമിച്ച് ചേർക്കുന്നത് ഈ മാമോദീസയാണ്. ഈ മാമോദീസായിലൂടെ ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറി, മാമോദീസായിലൂടെ ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറി, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ തന്നെ സ്വന്തമാക്കി. എന്ന് വെച്ചാൽ മാമോദീസായിലൂടെ ഞാൻ ഈശോയുടെ സ്വന്തമാകുന്നു, വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എൻ്റെ സ്വന്തമാകുന്നു. അത്തരത്തിൽ ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തമാണ് ലോകം മുഴുവനോടും ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത്. കാരണം അത് സഭയുടെ ഉത്തരവാദിത്തമാണ്. കാരണം അത് ഈശോയുടെ സ്വയം പ്രഖ്യാപനമാണ്, സ്വയം പ്രഘോഷണമാണ്, സ്വയം വെളിപ്പെടുത്തലാണ്. ഇന്ന് ഈശോയ്ക്ക് സ്വയം വെളിപ്പെടുത്തുവാനുള്ള മാർഗമെന്ന് പറയുന്നത്, മാധ്യമങ്ങളെന്ന് പറയുന്നത് ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാകുന്ന നാം ഓരോരുത്തരുമാണ്. നാം ആകുന്ന അധരത്തിലൂടെ, നാം ആകുന്ന കരചലനങ്ങളിലൂടെ, നാം ആകുന്ന അവയവങ്ങളുടെ ഇടപെടലുകളിലൂടെ മാത്രമേ ഈശോയ്ക്ക് ഇന്ന് ലോകത്തോട് തന്നെ പ്രഘോഷിക്കുവാൻ, തന്നെ പ്രക്ഷേപണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത്. നാം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ, നാം കണ്ടുമുട്ടുന്ന വ്യക്തികളോട്, അത് അക്രൈസ്തവരോട്, മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്ത, ഈശോയുടെ മൗലിക ശരീരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടില്ലാത്ത ഓരോ വ്യക്തിയോടും, ഓരോ ദൈവമക്കളോടും, ഈ ഭൂമിയിൽ മനുഷ്യരായി പറഞ്ഞവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.
അവർക്കെല്ലാമുള്ള അവകാശമാണ് ഈശോയെ ദൈവമായി അറിയുക, അനുഭവിക്കുക, സ്വന്തമാക്കുക, സ്വീകരിക്കുക എന്നുള്ളത്. അവർ എല്ലാവരുടെയും അവകാശമാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായി പറഞ്ഞ എല്ലാവരുടെയും അവകാശമാണ് ഈ ദൈവാനുഭവം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സ്വന്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ നേരത്തെ അനുഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ നേരത്തെ അറിയുവാനും അതനുഭവിക്കുവാനും ഇടയായെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരോട് അത് പറയുക എന്നുള്ളത്. നാം വളരെ ശാന്തമായി മനസ്സിലാക്കിയാൽ, നമ്മൾ ഓർത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ മലയാള സഭയുടെ, നമ്മുടെ കേരള സഭയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. നമ്മുടെ മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, എന്നെ മാത്രം ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടിട്ടുണ്ട്, പല കാരണങ്ങളുടെ പേരിൽ ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുമാത്രം ക്രിസ്ത്യാനികൾ ജനിച്ച അധികമാകാതെ മാമോദിസ സ്വീകരിച്ച് വിശുദ്ധരായ മാതാപിതാക്കളാൽ വിശ്വാസത്തിൽ വളർത്തിയെടുക്കപ്പെട്ട് വിശുദ്ധ കുർബാനയും മറ്റ് കൂദാശകളാലും വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ പല കാരണങ്ങളാൽ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നാം ഇത്തരത്തിൽ ചിതറിക്കപ്പെട്ടത് ലോകം മുഴുവനോടും ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് തിരുസഭയുടെ ഈ മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ മതി. തിരുസഭയുടെ ആത്മീയ ശുശ്രൂഷകളും വചനപ്രഘോഷണങ്ങളും ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളെല്ലാം വീണ്ടും വീണ്ടും പരസ്പരം പറയുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അക്രൈസ്തവ സഹോദരങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഇന്ന് മാത്രം പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ അനൗപചാരികമായ പശ്ചാത്തലങ്ങളിലും ഔപചാരികമായ പശ്ചാത്തലങ്ങളിലും ഈശോയുടെ സുവിശേഷം അക്രൈസ്തവർക്ക് പകർന്നു കൊടുക്കുവാൻ മാത്രം വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട ബോധ്യം നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഞാൻ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ദൈവമെന്ന്, ഞാൻ വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവം സ്നേഹം നൽകുന്ന, കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന, വിശുദ്ധീകരിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ് എന്ന്, ഈ ദൈവം മാത്രമായി രക്ഷിക്കുന്നവനെന്ന്, ഈ ദൈവം മാത്രമാണ് പാപഭംഗിലമായ ലോകത്തെ ആ പാപാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് കുരിശുമരണം വരിച്ച് രക്തം ചിന്തി ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി കടന്നു വന്നവനെന്ന ഉറച്ച ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ ഈശോയുടെ രക്ഷ അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് പകർന്നു കൊടുക്കുവാൻ, പ്രഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ള സഹോദരി, അത്തരത്തിൽ അക്രൈസ്തവരോട് ഈശോയെ പ്രഘോഷിക്കുവാൻ, ഈശോയുടെ വചനം പകർന്നു കൊടുക്കുവാൻ, ഈശോയുടെ സ്നേഹം പകുത്തു കൊടുക്കുവാൻ, പങ്കുവെച്ച് കൊടുക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ പ്രാഥമിക ബോധ്യം, പ്രാഥമികമായ ഉറപ്പെനിക്കുണ്ടായാൽ മാത്രമേ എൻ്റെ വിശ്വാസത്തിൽ വളരുവാനും ആഴപ്പെടുവാനും എനിക്ക് സാധിക്കുകയുള്ളൂ. എത്ര ധ്യാനം കൂടിയാലും, എന്തുമാത്രം എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ഈ വിശ്വാസത്തിന് കടന്നു വരുന്ന ഉറപ്പിന് ഒരു പരിധിയുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളതായ വിശ്വാസം, എൻ്റെ പരിമിതമായ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കുറവുകളുണ്ടാവാം, ബലഹീനതകളുണ്ടാകാം, മറ്റ് പല ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ടാവാം. എൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എങ്കിലും എൻ്റെ പരിമിതികളെക്ക് അതീതമാണ് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി എന്ന വിശ്വാസത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെയും ബലഹീനതകളെയും കുറവുകളെയും കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, എൻ്റെ കർത്താവ്, എൻ്റെ പരിമിതികളിൽ, എൻ്റെ കുറവുകളിൽ, എൻ്റെ ബലഹീനതകളിൽ നീ കടന്നു വന്ന് ഏറ്റെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെയും ഈശോയെ അല്പം പോലും അറിഞ്ഞിട്ടില്ലാത്തവർക്ക്, ഈശോയെ ദൈവമായി തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർക്ക് എൻ്റെ ഈ പരിമിതമായ അനുഭവം പങ്കുവെച്ച് കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ അത്ഭുതകരമായി ദൈവം എന്നെ വിശ്വാസത്തിൽ വളർത്തുന്ന അനുഭവം ഉണ്ടാകും. സ്നേഹമുള്ള സഹോദരരെ, അതുകൊണ്ട് തിരിച്ചറിയാം, അതുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ വിശ്വാസം അതെത്ര കുറവാണ് എങ്കിലും, എത്ര നിസ്സാരമാണ് എങ്കിലും, എത്ര ബലഹീനമാണ് എങ്കിലും ഉള്ള വിശ്വാസം അത് ഈശോയിലുള്ള വിശ്വാസമാണ്, സത്യദൈവത്തിലുള്ള വിശ്വാസമാണ്, രക്ഷിക്കുന്ന വിശ്വാസമാണ്, വീണ്ടെടുക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മുടെ പരിമിതമായ കഴിവും സാധ്യതയും ഉപയോഗിച്ച് ഇനിയും ആ വിശ്വാസാനുഭവത്തിൽ കടന്നു വരുന്നിട്ടില്ലാത്ത അക്രൈസ്തവ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ, അങ്ങനെ ആ ഒരു പകർന്നു കൊടുക്കലിൻ്റെ ധൈര്യം ഞാൻ കാണിക്കുമ്പോൾ, അത്തരത്തിലുള്ളൊരു പകർന്നു കൊടുക്കലിൻ്റെ ധൈര്യം ഞാൻ കാണിക്കുമ്പോൾ
ലോകത്തോട്, മറ്റുള്ളവരോട്, അക്രൈസ്തവരോട് ഈശോയ ദൈവം, നീ ഈശോയിൽ വിശ്വസിക്കുക, നീ ഈശോയോടെ പ്രാർത്ഥിക്കുക, അപ്പോൾ നിനക്ക് രക്ഷയുണ്ടാകും, നിനക്ക് നന്മയുണ്ടാകും, നീ രക്ഷിക്കപ്പെടും, നീ വിശുദ്ധിയിലേക്ക് കടന്നു വരും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നീ ദൈവത്തെ അറിയും, ജീവനത്തിന് യഥാർത്ഥ ആനന്ദം അറിയും എന്ന് പറഞ്ഞു കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വിപ്ലവാത്മകമായ ഒരു വളർച്ച അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. എന്ന് മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള ഈശോയുടെ സംരക്ഷണം, ഈശോയുടെ കരുണ, ഈശോയുടെ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരാൻ, ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ഇനിയും ദൈവാനുഭവത്തിൻ്റെ മധുരിമ ആസ്വദിക്കുവാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ട അക്രൈസ്തവർക്ക് ഈ ഈശോയാകുന്ന വലിയ സമ്പന്നത പകർന്നു കൊടുക്കുവാൻ, ഈശോയിലുള്ള വിശ്വാസമാകുന്ന വലിയ സമ്പത്ത് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ പ്രാർത്ഥിക്കാം. അപ്പോൾ നാമും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.